ഇപ്പം അങ്ങനെയല്ല. സ്പീഡ് പോസ്റ്റ് രജിസ്റ്റേർഡ് വിത്ത് AD എന്ന് പറയുന്ന ഇതാണ്, ഈ കാണുന്ന കാർഡാണ്. മനസ്സിലായില്ലേ? ഈ സ്പീഡ് പോസ്റ്റ് കാർഡാണ്. ഇത് അവിടെ പോയിട്ട് അവരിവിടെ സീലടിച്ചിട്ട് അല്ലെങ്കിൽ ഒപ്പിട്ട് മേടിച്ചിട്ട് നമുക്ക് തിരിച്ചയച്ചു തരും. ഇത് നമുക്ക് റെക്കോർഡിക്കലി എന്തെങ്കിലും നിയമപരമായിട്ടുള്ള നടപടി സ്വീകരിക്കുമ്പോൾ ഇത് ആവശ്യമുള്ള സാധനമാണ്. ഇതും റെസിപ്റ്റും ഈ പറഞ്ഞ ഇതെല്ലാം ആവശ്യമുള്ള സാധനമാണ്. അപ്പോൾ ഇതെല്ലാം വെച്ചുകൊണ്ട് നമ്മൾ ഒന്നാം അപ്പീൽ അധികാരിക്ക് ഒരു അപേക്ഷ കൊടുക്കും. മനസ്സിലായി? എനിക്ക് ഇത്തരം കാര്യങ്ങൾക്ക് മറുപടി കൃത്യമല്ല, വ്യക്തമല്ല, അവ്യക്തമായ രേഖകളാണ് വന്നിരിക്കുന്നത്. അവ്യക്തമായ എന്ന് വെച്ചാൽ ഇതിൻ്റെ ഒരു പ്രൊസീജിയർ എന്ന് പറഞ്ഞാൽ ഇത് വളരെ സൂക്ഷ്മതയോടെ സർക്കാർ ഉദ്യോഗസ്ഥന്മാർ കൈകാര്യം ചെയ്യേണ്ട ഒരു നിയമമാണിത്. അവർ തെറ്റിദ്ധരിപ്പിക്കുന്നതോ അവ്യക്തമായോ മറുപടി തരാൻ പാടില്ല. തന്നു കഴിഞ്ഞാൽ അവർക്കത് ശിക്ഷ ഉണ്ടാവും. മനസ്സിലായി? അവരുടെ മറ്റുള്ള പല കാര്യങ്ങൾക്കും അത് ബാധിക്കും അവരുടെ സർവീസിൽ. അതുകൊണ്ട് അവരെല്ലാം കൃത്യമായിട്ട് തരും. ഇതിൻ്റെ പേരിൽ ഒരു വൈരാഗ്യ ബുദ്ധി കാണിക്കാൻ പാടില്ല. നമ്മളിപ്പോൾ ഒരു ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ഒരു കാര്യം അയച്ചിട്ട് അവരെന്തെങ്കിലും വൈരാഗ്യ ബുദ്ധിപരമായി പ്രവർത്തിച്ചു കഴിഞ്ഞാൽ നമ്മൾക്ക് നിയമപരമായിട്ട് മുന്നോട്ട് പോകണമെങ്കിൽ അവർക്ക് പണിഷ്മെൻറ്റ് കിട്ടും. ഈ നിയമത്തിൻ്റെ പുറത്ത് അങ്ങനെയൊക്കെ ഒരുപാട് ഗുണങ്ങളുണ്ട് ഒരു പൗരനും. അപ്പോൾ ഒന്നാം അപ്പീലധികാരി അടുത്ത് പോയപ്പോഴും ആ അപ്പീലധികാരി എന്ന് പറയുമ്പോൾ പഞ്ചായത്തിലേക്ക് നമ്മൾ അയക്കണമെങ്കിൽ പഞ്ചായത്തിൻ്റെത് അസിസ്റ്റൻറ്റ് ഡയറക്ടർ ഓഫീസാണ്. അപ്പോൾ അവിടെ നിന്ന് നമുക്ക് ഒന്നാം അപ്പീലധികാരിയിൽ നിന്ന് കറക്റ്റായിട്ട് കിട്ടിയില്ലെങ്കിൽ പിന്നെ പോകേണ്ടത് കേരള സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ്റെ അടുത്താണ്. കാരണം എനിക്ക് ഭൂരിഭാഗം രേഖകളും കറക്റ്റായിട്ട് കാര്യങ്ങൾ ചെയ്തേക്കുന്നത് സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ്റെ അടുത്ത് പോയിട്ടാണ് എനിക്കെല്ലാം കിട്ടിയിരിക്കുന്നത്. അത് ചിലപ്പോൾ നേരിട്ടുള്ള ഹിയറിംഗ് ആകാം, അല്ലെങ്കിൽ ഓൺലൈൻ വഴിയുള്ള ഹിയറിംഗ് ആകാം. അതൊക്കെ ഞാൻ അടുത്ത വീഡിയോയിൽ പറയാം. കാരണം ഒന്നാം അപ്പീലധികാരിയുടെ എങ്ങനെ അയക്കണമെന്നുള്ളത് അടുത്ത വീഡിയോയിൽ പറയാം. അപ്പോൾ ഇത്രയുമാണ് ഒന്ന് എല്ലാവരെയും ഒന്ന് അറിയിക്കണമെന്ന് തോന്നിയത്. കോർട്ട് സ്റ്റാമ്പ് ഒട്ടിക്കാൻ മറക്കരുത്. ഡേറ്റ്, സ്ഥലം, ഒപ്പ് ഇതൊന്നും മറക്കരുത്. എന്തെങ്കിലും മറന്നു പോയാൽ അത് തിരിച്ചു വരും. മനസ്സിലായ? അപ്പോൾ അത് ഇങ്ങനെ എഴുതിയിട്ട് ഇങ്ങനെ സ്റ്റാമ്പ് ഒട്ടിച്ചിട്ട് കോർട്ട് സ്റ്റാമ്പ് ഒട്ടിച്ചിട്ട് നേരെ ഇത് ഞാൻ ഇതിൻ്റെ ഇത് കണ്ടില്ലേ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് കവറക്ക. പിന്നെ വേറൊരു കാര്യം വെച്ചാൽ നമ്മൾ അങ്ങനെ അയച്ചാൽ മാത്രം പോരാ, നമ്മൾ ഇതേപോലെ കോപ്പി എടുത്ത് വെക്കണം. ഞാനൊരു കളർ കോപ്പിയും ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോപ്പിയും എടുത്ത് വെക്കാറുണ്ട്. 2 കോപ്പി ഞാൻ എടുത്ത് വെക്കും. എന്നിട്ട് ഈ റെസിപ്റ്റ് പോസ്റ്റ് ഓഫീസിൽ നിന്ന് കിട്ടണമെങ്കിൽ ഇവിടെ ക്ലിപ്പ് ചെയ്യും. അതുപോലെ തന്നെ സ്പീഡ് പോസ്റ്റ് നമുക്ക് തിരിച്ചു വരുമല്ലോ, ഈ കാർഡ് അക്നോളജ്മെൻറ്റ് കാർഡ് തന്നെ തിരിച്ചു വരുന്നത് ഇതിങ്ങനെ കൂട്ടി വെച്ചിട്ട് ഞാൻ പിൻ ചെയ്ത് വെക്കും, സൂക്ഷിച്ച് വെക്കും ഫയലിൽ. മനസ്സിലായില്ലേ? നമ്മൾ കൃത്യമായിട്ട് ഫയലിൽ സൂക്ഷിച്ച് വെക്കുന്നത്. ഞാൻ ആയിരക്കണക്കിന് വിവരാവകാശ അപേക്ഷകളും പരാതികളും അയച്ച ഒരു ശീലത്തിൽ നിന്നാണ് ഞാനിത് പറയുന്നത്. മനസ്സിലായി? ഒട്ടനവധി രേഖകൾ, അമൂല്യമായ ഒരുപാട് രേഖകൾ എനിക്ക് കിട്ടിയിട്ടുള്ളത് ഇതിലൂടെയാണ് ഭൂരിഭാഗവും. അപ്പം ഇത് ഞാൻ ഇങ്ങനെ ഇപ്പം നമ്മൾ ഇതാണ് വിവരാവകാശ അപേക്ഷ, ഇത് മടക്കുന്നു.